നമസ്കാരം. പ്രതികാര ചുങ്കത്തിൽ പുതിയ നടപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് പ്രതികാര ചുങ്കത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന്, ഇനിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുവ ഉയർത്തുമെന്നാണ് പുതിയ ഭീഷണി. ഈ തീരുവ ഭീഷണി നേരിടുന്നതിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ വിർച്വൽ ഉച്ചകോടി ഇന്ന് നടക്കും. ഈ അവസരത്തിൽ വ്യാപാര കരാർ ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഇന്ന് ദില്ലിയിലെത്തുകയും ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ജനുവരിയിൽ ഒപ്പുവെക്കാനാണ് ആലോചന നടക്കുന്നത്. അതേസമയം ചർച്ചകൾ വിജയിച്ചാൽ യൂറോപ്യൻ നേതാക്കളെ റിപ്പബ്ലിക് ദിന അതിഥികളായി ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം വീണ്ടും തീരുവ ഇറക്കി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്രംപിന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയും വേണമെന്നാണ് പുതിയ ആവശ്യം. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടം തയ്യാറാണ് എന്ന സൂചന നൽകിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ US ഓപ്പണിനായി പുറപ്പെടുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിന് പുറത്ത് വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുകയായിരുന്നു ട്രംപ്. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതെ, ഞാൻ തയ്യാറാണ് എന്നാണ് ട്രംപിന്റെ മറുപടി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് കൂടുതൽ താരിഫ് ആലോചിക്കുമോ എന്ന ചോദ്യത്തിനും അതെ എന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം. അതായത് ഇന്ത്യക്ക് മേൽ ഇനിയും തീരുവ ചുമത്തുമെന്ന് അർത്ഥം. എന്തായാലും ഉക്രൈനും റഷ്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ്. ഇന്ത്യയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധമാണ് ട്രംപ് ഏർപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായി അമേരിക്കയെ പിന്തുണയ്ക്കുവാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ പ്രതികരണത്തിന് മുമ്പ് തന്നെ റഷ്യയിലും ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്കും അമേരിക്ക കൂടുതൽ താരിഫ് പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് മേൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെറ്റ്സൺ പ്രഖ്യാപിച്ചിരുന്നു. അത്തരമൊരു ഉപരോധം ഏർപ്പെടുത്തിയാൽ മാത്രമേ യുക്രൈനുമായുള്ള ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സ്കോട്ടിന്റെ കണ്ടെത്തലും. നേരത്തെ അലക്സയിൽ ട്രംപിന്റെ മധ്യസ്ഥയിൽ പുടിനുമായി ചർച്ച നടത്തിയിട്ടും സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ മധ്യസ്ഥ ഫലവത്തായിരുന്നില്ല. താരിഫ് യുദ്ധത്തിനിടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല സുഹൃത്താണെന്നും ഇന്ത്യ-US ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തുടരുന്നു എന്നുമൊക്കെയായിരുന്നു ട്രംപിന്റെ വാദം. മോദി മഹാനായ പ്രധാനമന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് എന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ഇഷ്ടപ്പെടാറില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇന്ത്യക്കും US-നും ഇടയിൽ നല്ല ബന്ധം തുടരുമെന്നും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നായിരുന്നു ട്രംപിന്റെ ഒരു മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് കൂടി ബാധകമാകുന്ന വിധത്തിൽ ഉപരോധം ഏർപ്പെടുത്താൻ ട്രംപ് ഒരുങ്ങുന്നതും. എന്തായാലും ഇന്ത്യയെ നല്ല സുഹൃത്തെന്ന് വാഴ്ത്തുമ്പോഴും ഇന്ത്യക്കിട്ട് പണിയുന്ന നിലപാടിന് ട്രംപ് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. എന്നാൽ അത്തരം പണികളൊന്നും തന്നെ മോദിയുടെ അടുത്ത് വിലപ്പോവില്ല എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച